നമുക്ക് ട്രിം കമാൻഡ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മോഡിഫൈയിലാണ്. മോഡിഫൈയിൽ ട്രിം കമാൻഡ് ചൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിനാണ് നമുക്ക് ട്രിം ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് പോകും, ലെഫ്റ്റ് സൈഡിൽ. ഇതാണ് ബേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളതിനെ നമുക്ക് ട്രിം ചെയ്യാവുന്നതാണ്. ബേസ് പോയിൻ്റ് അതായിട്ടാണ്. ഇവിടെ സെലക്ട് ചെയ്താൽ ആവില്ല, കണ്ടില്ലേ? ഇത് ചൂസ് ചെയ്താലാവും. അതായത് ഒരു ലൈനിന് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ഏതൊക്കെ ലൈൻ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും. ഞാൻ ട്രിം കമാൻഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇനി ഒന്നുകൂടെ നോക്കാം. ട്രിം കമാൻഡ് ചൂസ് ചെയ്തു, സെലക്ട് ഒബ്ജക്റ്റ് ചോദിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒബ്ജക്റ്റിനെ ചൂസ് ചെയ്യാതെ ഒരു എൻ്ററും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഏതൊരു ഒബ്ജക്റ്റിൻ്റെ നമുക്ക് ക്രോസ് ചെയ്ത് പോയിരിക്കുന്ന പോർഷൻ നമുക്ക് ട്രിം ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്കിപ്പം ഈ രണ്ട് ലൈനകത്തുള്ളത് ഏതൊക്കെ ഇൻ്റർസെക്ഷൻ വരുന്നുണ്ടോ അതെല്ലാം നമുക്ക് ട്രിം ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതിനെ ക്രോസ് ചെയ്ത് ഒരു ലൈനും പോയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ക്രോസ് ചെയ്തൊന്നും പോയിട്ടില്ല, അത് നമുക്ക് ട്രിം ചെയ്യാൻ സാധിക്കുന്നതല്ല. ഒരു ലൈന് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ നമുക്ക് ട്രിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലാതെ നമുക്ക് ക്രോസ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ട്രിം ചെയ്യാൻ സാധിക്കുന്നതല്ല. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മൗസിൻ്റെ, എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ ആ കമാൻഡിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ട്രിം രണ്ട് ഒബ്ജക്റ്റിൻ്റെ ഇടയിലുള്ളത് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ അല്ലെങ്കിൽ കീബോർഡിൽ എൻ്റർ കൊടുക്കുക, ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഇടയിലുള്ള കംപ്ലീറ്റ് പോകും. ആ രണ്ട് ലൈൻ്റെ ഇടയിലുള്ളത് മാത്രമേ പോകും, വേറെ ഒന്നും വർക്കാവുന്നതല്ല. നമ്മൾ എൻ്റർ കൊടുത്തു. നമുക്കൊന്നുകൂടെ നോക്കാം. ട്രിം കമാൻഡ് എടുത്തു. എനിക്ക് ഈ ലൈൻ്റെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തുള്ളതിന് അല്ലെങ്കിൽ ഇപ്പുറത്തുള്ളത് ഈ രണ്ട് സൈഡിലെ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രിം ചെയ്യാൻ കഴിയും. ഒബ്ജക്റ്റ് ചൂസ് ചെയ്തു. ഇനി എൻ്റർ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടത് ഇത് ഫുള്ള് ട്രിം ചെയ്യണം. പക്ഷേ ഇവിടെ ട്രിം ആവില്ല, കാരണം ഇത് ഓവർലാപ്പ് ചെയ്ത് പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഞാൻ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് വന്നിട്ട് ആ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്താൽ കംപ്ലീറ്റ് ഒബ്ജക്റ്റും പോയി. ഇത് ക്രോസ് ചെയ്യാത്തതുകൊണ്ട്, അതായത് ഈ ലൈനെ ക്രോസ് ചെയ്ത് പോകാത്തതുകൊണ്ട് അതവിടെ നിന്ന്. ഇനി മൗസിൻ്റെ ഇതിൽ നിന്ന് എക്സിറ്റ് ആണ്. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡിൽ എൻ്റർ കൊടുത്താലും മതിയാവുന്നതാണ്.